ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വരുന്നത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അത്ര വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയ വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റിട്ട് കുളിച്ച് നമ്മൾ പോയത് അമ്പലത്തിലേക്കാണ്. ഇടപ്പള്ളിയിലല്ല, കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. ആ ഒരു അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര സമാധാനം നിറഞ്ഞ, നല്ല കൃഷ്ണനെ കാണാനായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മളോട് ചിരിച്ച് നിൽക്കുന്ന ആ മുഖത്തോടെ ആയിരുന്നു കേട്ടോ അന്നത്തെ കൃഷ്ണനെ കാണാൻ. ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു അമ്മേനോട്. പിന്നെ നമ്മൾ നേരെ വന്നത് വീട്ടിലേക്കായിരുന്നു. വീട്ടിലോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോനാണ് കേട്ടോ, വൈഫും പിള്ളേരാണ്. പിന്നെ നമുക്കല്ലാണ്ട് അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞ ചേച്ചിയും ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോൻ തന്നെയാണ്. അപ്പോൾ ചേട്ടനെ വിളിച്ച് ചേട്ടൻ ഷിപ്പ് യാർഡിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് വർക്കുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ പിന്നെ നിഖിലേട്ടൻ ഉണ്ടായിരുന്നു. നിഖിലേട്ടൻ ഡ്യൂട്ടിയിലായിരുന്നു കേട്ടോ. ചേട്ടൻ പോണതിന് മുമ്പ് നമ്മൾ കേക്ക് കട്ട് ചെയ്തതാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വരാൻ പറ്റില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ട് ഉച്ചക്ക് തന്നെ വേഗം കട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ പോയിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു വെച്ചത്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആൻറ്റിക്ക് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആൻറ്റിക്ക് വരാൻ പറ്റില്ല കേട്ടോ. സൺഡേയും ആൻറ്റിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ ആൻറ്റിക്ക് നമ്മൾ വൈകുന്നേരം കേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ കേക്ക് മുറിക്കാൻ നേരത്ത് അമ്മാമ്മ ഉണ്ടായിരുന്നു കൂടെ. ഇക്കൊല്ലം അമ്മാമ്മ ഇല്ല. അതിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ആ സോഫയുടെ ഒരു സൈഡിൽ അമ്മാമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അമ്മമ്മയുടെ മാത്രമല്ല അച്ഛനെയും. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫുഡ് എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഉച്ച സമയത്തായിരുന്നല്ലോ, അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കൊടുക്കാൻ എടുക്കുവാണ്. ഞാൻ തന്നെയാണ് ആ പാത്രം തുറന്ന് ഫുഡ് വിളമ്പണത്. എനിക്ക് ഇങ്ങനത്തെ കാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വിളമ്പി എല്ലാവർക്കും കൊടുക്കണമായിരുന്നു കേട്ടോ. അനിയത്തിയാണ് വീഡിയോ എടുത്തത്. അവർക്ക് വീഡിയോയിലും കാര്യങ്ങളൊക്കെ വരാനായിട്ട് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവരെ കാട്ടാൻ. ഏതൊരു വീഡിയോയിലും അവരുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ കറി, നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. ഇതിന് മുമ്പ് ഒരു വട്ടം നമ്മൾ കഴിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ ഓർഡർ കൊടുത്തത്. നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഒരു ഷോപ്പിലാണ്. എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കറുകപ്പള്ളിയിലാണെന്നറിയാം, ഏതാണ് ഹോട്ടലിൻ്റെ പേരോ കാര്യങ്ങളോ എനിക്കറിയില്ല. ചേട്ടനും ചേച്ചിയൊക്കെ പോയിട്ടാണ് ഇത് സംഭവം ഓർഡർ കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കൊല്ലത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തെന്ന് പറയുന്നത് ഭയങ്കര ഫ്ലോപ്പായിട്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ മെൻ്റലി ഡൗൺ ആയിരുന്നു ആ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്. പക്ഷെ അന്ന് കൂടെ അമ്മാമ്മ ഉണ്ടായിരുന്നു, ഇന്ന് കൂടെ അമ്മാമ്മയില്ല. അത് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനെയും മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അച്ഛനുള്ളപ്പോൾ തൊട്ടേ ഇങ്ങനെ എല്ലാ ബർത്ത്ഡേയും ആഘോഷിക്കട്ടെ, എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഇങ്ങനെ വന്ന കാര്യങ്ങളെല്ലാം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരാറുണ്ട് കേട്ടോ. ബർത്ത്ഡേ ആയിക്കോട്ടെ, എൻ്റെ ചേച്ചിയുടെ ആയിക്കോട്ടെ എല്ലാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഞാൻ നോക്കാറുണ്ട്. വലുതായിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിൽ. അടുക്കള കുറച്ച് മെസ്സായിട്ട് കിടക്കണേന്, അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഇഗ്നോർ ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് വന്നപ്പോഴേക്കും അങ്ങനെ ആയതാണ്. പിന്നെ നമ്മുടെ നിച്ചുക്കുട്ടൻ്റെ വികൃതികളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും തന്നെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാൻ എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് ഇങ്ങനെ പറയണില്ല. ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ്സാണ് കിട്ടിയത്. അത് കണ്ടപ്പോഴേക്കും എൻ്റെ ചെക്കനൊരു ചാഞ്ചാട്ടമുണ്ട്. ഞാനപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ കഴിക്കാൻ തുടങ്ങും. ഓൾറെഡി അവൻ രാവിലെ കുറേ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി കഴിച്ച് അവസാനം അവന് കഫക്കെട്ടുള്ളതുകൊണ്ടേ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും അവൻ്റെ കണ്ണ് പോണത് ഫുള്ളും ആ ചോക്ലേറ്റിലേക്കാണ് കേട്ടോ. പിന്നെ ദേ വരുന്നത് ഈ ഒരു ഫ്രെയിമാണ് കേട്ടോ. ഈ ഒരു ഫ്രെയിം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഫ്രെയിമാണെന്ന് മനസ്സിലായി, ഇങ്ങനെ ഒരു ഫ്രെയിം ആയിരിക്കുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ എന്തെങ്കിലും അതായത് ഒരു സിനിമയിൽ ഇങ്ങനെ ആരെങ്കിലും കരയണ സീനാണെങ്കിൽ ഞാനും ചിലപ്പോൾ കൂടി നിന്ന് കരയും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴത്തെ ഒട്ടും മനസ്സിനൊരു മനക്കെട്ടിയില്ല. പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ അപ്പം തന്നെ കരച്ചിൽ വരും കേട്ടോ. അപ്പോൾ ചേച്ചി തന്നതാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ഇല്ല കേട്ടോ, അങ്ങനെ ഫാമിലി ഫോട്ടോ. അപ്പോൾ ചേച്ചി ചെയ്ത് തന്നതാണ്. ഒത്തിരി ഇഷ്ടമായിട്ട് എനിക്ക്. പിന്നെ ഇതും വന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഇതും അതെ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കരയുമ്പോൾ എൻ്റെ നെച്ചുകൂട്ടൻ എൻ്റെ കണ്ണൊക്കെ തുടച്ചാണ്. അതായത് അവനും അങ്ങനെ കേട്ടോ, ആരെങ്കിലും കരഞ്ഞാൽ അപ്പം തന്നെ സങ്കടമാവേ. അപ്പോൾ എനിക്ക് എല്ലാ ഗിഫ്റ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എന്തോരം പേരാണെന്നറിയാം എനിക്ക് വിഷ് തന്നത്. എനിക്കറിയാത്തവർ വരെയും എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിച്ചൂട്ടനെ കടയിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ കടയിൽ പോയി സോഡയൊക്കെ വാങ്ങി വന്നിട്ട് കുടിക്കണമായിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് മുറി എന്ന് പറയുന്നത് നമ്മൾ 2 കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് മുറിച്ചുള്ളൂ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മുറിച്ച് കൊടുത്ത് അപ്പോൾ തന്നെ എല്ലാവരുടെ വായിലൊക്കെ വെച്ച് കൊടുക്കണേ. അവൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് അവൻ എല്ലാവരുടെ വായി വെച്ച് കൊടുക്കണത് കേട്ടോ. പുള്ളിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചേച്ചിയൊക്കെ അന്ന് തന്നെ വൈകിട്ട് തിരിച്ച് പോകണേണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവന് പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നിൽക്കാൻ അങ്ങനെ പറ്റാറില്ല. ശനിയാഴ്ച വന്നതാണ് കേട്ടോ. ശനിയാഴ്ച വന്നിട്ട് നമ്മൾ ലുലുവിലൊക്കെ പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ അത്ര വലിയൊരു ബർത്ത്ഡേ പാർട്ടി ഒന്നും ഇല്ലായിരുന്നു. ചെറിയൊരു രീതിയിൽ അമ്മയും ചേച്ചിയൊക്കെ കൂടി പ്ലാൻ ചെയ്ത ഒരു വീഡിയോ കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുവാൻ ബൈ.